ഹായ് ഓൾ, ശിവത്തിലേക്ക് സ്വാഗതം. ഇന്ന് യൂണിവേഴ്സൽ മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ്, ടാരോട്ട് റീഡിംഗ് ആവശ്യമാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ. ഒരു സ്ട്രോങ് എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫിയർ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തലുകൾ, അസൂയ, അല്ലെങ്കിൽ നിങ്ങളെ അവർ ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, മുമ്പേ ഹേർട്ട് ചെയ്തിട്ട് പോയ ആൾക്കാർ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാല്യൂ തരാത്ത ആൾക്കാർ, ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളെ വീണ്ടും അവരുടെ ഒരു സൈക്കിക് അറ്റാക്ക്, അല്ലെങ്കിൽ വീണ്ടും അവരുടെ ഇരയാവാതിരിക്കുക. ഓക്കെ. അതിന് വേണ്ട ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലാക്കുക, മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസ് അത് നിങ്ങളുടേതല്ല, നിങ്ങളത് ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ എമ്പതി കാണിക്കണം. പക്ഷേ എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സഫർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. സോ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ, അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, അവനവൻ്റെ ലൈഫായിട്ട് ഈസിയായിട്ട് കംഫർട്ടായിട്ട് ജീവിച്ച് പോവാം. ഓക്കെ. പിന്നെ സെൽഫ് എസ്റ്റീം, ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈമാണിപ്പോൾ. എന്തെങ്കിലും തരത്തിലുള്ള ഫിയറോ മറ്റോ നിങ്ങളെപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെടാം. ഓക്കെ. ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി പോകുന്നതാണ്. അപ്പോൾ നമുക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഗൈഡൻസ് തരാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷനിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തോന്നുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവും, അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങളിപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ ഇന്നർ പീസ് അല്ലെങ്കിൽ കംഫർട്ടാണ്. സോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങൾ പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് സെൽഫ് ടോക്കുള്ള കുറച്ച് ആൾക്കാരുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഐ കാൺ ഡു ദിസ്, അല്ലെങ്കിൽ ഐ ആം അൺവർത്തി, ഐ ആം എ ഫെയിലിയർ, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഐ ഡോണ്ട് ഡിസേർവ് ദിസ്, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നെഗറ്റീവായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെക്കുന്നുണ്ടാവും. മനസ്സിലാക്കി ഇതൊക്കെ നിങ്ങളെ ലോക്കാക്കി വെക്കുവാണ്. ഒരു പ്രിസണിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ലോക്കാക്കി വെക്കുവാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊരു പ്രിസണാണ്. ആ ഒരു പ്രിസണൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തന്നെ നിങ്ങൾ ചങ്ങലയിലിട്ട് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കലും അത്തരത്തിലുള്ളൊരു നിങ്ങൾ തന്നെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രിസണിൽ നിങ്ങൾ ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളാരും ഒരു വിക്ടിമല്ല. സോ അതിൽ നിന്ന് പുറത്ത് വരേണ്ട സമയം നേരത്തെ കഴിഞ്ഞിരിക്കുന്നു. സോ ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിംഗ് ആൻഡ് ട്രസ്റ്റ് ഡിവൈൻ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിധിയിൽ മാത്രം വിശ്വസിച്ച് എൻ്റെ വിധി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, അങ്ങനെ ചിന്തിച്ചിരിക്കാതെ ആ ഒരു വിധിയെ നിങ്ങൾ ഭാഗ്യത്തിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. അത് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു തടവറയിലാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇൻറ്റ്യൂഷനായിട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ പാത്ത് എന്താണ്, ഇനി കരിയറിലായാലും അല്ലെങ്കിൽ ലൈഫ് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ കംഫർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, ജോലിയായാലും പാഷനായാലും എന്തായാലും ആ ഒരു തരത്തിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള ആൾക്കാരുടെ തോട്ടിൽ മാത്രം കണക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇൻറ്റ്യൂഷൻസ് വന്ന് കണക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് തോട്ടുകൾ ഉണ്ടാവും. സംതിങ് ചില ആൾക്കാർക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ വരെ ഉണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് മുമ്പോട്ടേക്കുള്ള വഴി തുറന്ന് തരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇനി എങ്ങോട്ടാണ് ലൈഫ് കൊണ്ടുപോകേണ്ടത്. എന്തെങ്കിലും മെൻ്റൽ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ ആലോചിക്കുക, എന്തുകൊണ്ടാണത് ഉണ്ടാവുന്നത്. സംതിങ് നിങ്ങൾ തന്നെ ഏതോ ഒരു പ്രിസണിൽ, ജയിലിൽ നിങ്ങളെ തന്നെ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ്യൂഷനിൽ കണക്ട് ചെയ്യാൻ പറയാൻ തോന്നുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിൽ, എന്താണ് ഗൈഡൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. ട്രസ്റ്റ് ദ ഡിവൈൻ. ഓക്കെ. താങ്ക് യു.